മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീകൾക്കായി നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയതായി തൊഴിലാളി സംഘടനയായ HMS സംസ്ഥാന നേതൃയോഗം. ഗതാഗത മേഖലയിലെ തകർച്ച തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് HMS ആവശ്യപ്പെട്ടു. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച് ഒരു മാസത്തോളമാകുമ്പോൾ സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഏകദേശം 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് HMSന്റെ വിലയിരുത്തൽ. സർവീസ് നടത്തുന്ന ഓരോ ബസ്സിനും പ്രതിദിനം 1500 രൂപ മുതൽ 4000 രൂപ വരെ വരുമാന നഷ്ടം നേരിടുന്നതായും സംഘടന പറയുന്നു. പ്രതിസന്ധി രൂക്ഷമായതോടെ 1000-ലധികം ബസ്സുകൾ സർവീസ് നിർത്താൻ G-ഫോം സമർപ്പിച്ചിട്ടുണ്ടെന്നും 5000-ഓളം ബസ്സുകൾ കൂടി അതിന് തയ്യാറെടുക്കുകയാണെന്നും HMS സംസ്ഥാന പ്രസിഡന്റ് മനോജ് ഗോപി പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ ശവക്കല്ലറയായിട്ട് ആണി അടിച്ച പോലെയാണ് ഇപ്പോൾ ആ മേഖലയുടെ അവസ്ഥ. നൂറുകണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമായി. 400ഓളം ബസ്സുകൾ സർവീസ് നിർത്താനായിട്ട് സർക്കാരിൽ അനുമതി നേടിയിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഹൈ റേഞ്ച് മേഖലകളിലാണിത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. പ്രിയദർശിനി ബസ് സർവീസ് വന്നതോടുകൂടി ഒരു 30% മുതൽ 40% വരെ വരുമാനം മറ്റ് സ്വകാര്യ ബസ്സുകൾക്ക് ലഭ്യമല്ലാതായി. അതുകൊണ്ടാണ് പെർമിറ്റ് നിർത്താൻ നിർബന്ധിതമായത്. ആ പെർമിറ്റ് നിർത്തുമ്പോൾ അതിൽ വലിയ ഒരു അപകടവും ഭയാനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ജോലി ചെയ്യുന്ന ആ ബസ്സിലെ ജീവനക്കാരുണ്ട്. അവർ ഇപ്പോൾ ഒരു 45-50 വയസ്സായ ആളുകളുണ്ട്. 10-30 വർഷമൊക്കെ ആയിട്ട് 25 വർഷമൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന അവർക്ക് ഇനി പുതിയൊരു തൊഴിൽ കണ്ടെത്താൻ പറ്റില്ല. ഈ ബസ് സർവീസ് നിർത്തുമ്പോൾ ഒരു ബസ്സിൽ 3 ജീവനക്കാർ വെച്ച് 6ഓളം ജീവനക്കാർ ഒരു ബസ്സിൽ 15 ദിവസം ഡ്യൂട്ടി വെച്ച് ജോലി ചെയ്യുന്നുണ്ട്. കണ്ടക്ടർ, അതുപോലെ ക്ലീനർ, അതുപോലെ തന്നെ ഡ്രൈവർ ഒക്കെ അവരുടെ കുടുംബം ജീവിക്കുന്നത് ഇതേ ഏക വരുമാനം കൊണ്ടാണ്. ഡീസൽ വിലവർധനയും ഉയർന്ന പ്രവർത്തന ചെലവും മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ വരുമാനത്തെയും പദ്ധതി പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രിയദർശിനി പദ്ധതി മൂലം KSRTCക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നും കോർപ്പറേഷൻ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് വിതരണം ചെയ്യണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായത്തിനും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്ന സമഗ്ര നയം സർക്കാർ രൂപീകരിക്കണമെന്നും എറണാകുളത്ത് ചേർന്ന നേതൃയോഗം ആവശ്യപ്പെട്ടു. നേതൃയോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ഗോപി അധ്യക്ഷത വഹിച്ചു. HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ സംസ്ഥാന ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.